മകന്റെ വിവാഹത്തിനായി കേരളത്തിലെത്തിയ അബ്ദുൽ നാസർ മദനി അൻവാർശേരിയിലെ വസതിയിലെത്തി. ഒരു വർഷത്തിന് ശേഷമാണ് മദനി മാതാപിതാക്കളെ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്നോട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവരെല്ലാം ഇടപെടുമ്പോൾ സത്യത്തിൽ അത് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടല്ല, മറിച്ച് നീതിയോടുള്ള പ്രതിബദ്ധതയാണ്, മനുഷ്യാവകാശത്തോടുള്ള പ്രതിബദ്ധതയാണ്. ഇത് കേരളത്തിലെ മുഴുവൻ മീഡിയാസും അത് വളരെ സീരിയസ് ആയി തന്നെ എടുത്തു. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി. വളരെ ആശ്വാസകരമായൊരു കാര്യമായിരുന്നു. ഞാൻ സത്യത്തിൽ അത്രയും പൈസ കൊടുത്ത് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് എനിക്കൊരു പക്ഷേ ഞാൻ പാർട്ടി PDPയുടെ പോഷക സംഘടനയായ നമ്മുടെ പ്രവാസി സംഘടന PCF ഒക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഏത് വിധേനയും കാശുണ്ടാക്കി തരാം ഉസ്താദ് പോകണമെന്നൊക്കെ പറഞ്ഞ് പലരും അറിയിച്ചു. പക്ഷേ അത് എന്നെക്കൊണ്ടൊരു പക്ഷേ അങ്ങനെ പലരും സഹായിച്ച് കഴിയും. പക്ഷേ രാജ്യത്തെ നിരവധി ജയിലുകളിൽ കിടക്കുന്ന നിസ്സഹായരായ ഒരുപാട് വിചാരണ തടവുകാരുണ്ട്. 10 കൊല്ലവും 15 കൊല്ലവും ഒക്കെ ആയിട്ട് കിടക്കുന്ന വിചാരണ തടവുകാർ. ആ വിചാരണ തടവുകാർക്ക് മൊത്തം ബാധിക്കുന്ന ഒരു മോശമായ കീഴ്വഴക്കമായി അത് മാറും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനമായും അതിന് തയ്യാറാകാതിരുന്നത്. വരുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എന്തായാലും സുപ്രീം കോടതി അത് അതീവ ഗൗരവമായി എടുത്തു. അതായത് പല നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ പ്രകാശം പ്രതീക്ഷിക്കുന്ന പല കേന്ദ്രങ്ങളിലും കരിന്തിരി കത്തുമ്പോൾ സുപ്രീം കോടതി ഒരു മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയൊക്കെ ഒരു വലിയ വിളക്കുമാടമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നല്ല ഒരു ഇടപെടലുണ്ടായി. അതെന്തായാലും വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് കേരളത്തിൽ എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപാട് ആളുകളുടെ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ പിന്തുണയ്ക്കെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രാർത്ഥന, അത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് എനിക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ നാളെ ഇവിടെ അൻവാർശേരിയിലുണ്ടാവും, മറ്റന്നാൾ തലശ്ശേരിയിലേക്ക് പുറപ്പെടും കല്യാണത്തിന്. ആകെ ഒരു വിഷമം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കൊന്നും അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത അനാരോഗ്യ അവസ്ഥയിലാണല്ലോ എന്നുള്ള പ്രയാസമാണുള്ളത്. ഉമ്മ ക്യാൻസർ വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത്. പാപ്പായെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എൻ്റെ ജയിൽവാസ കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായിട്ട് എനിക്ക് നീതി ലഭ്യമാകാൻ വേണ്ടി നിലകൊണ്ട് ഓടി നടന്ന ആളാണ് വാപ്പ. ഈ രണ്ടാമത്തെ അറസ്റ്റിൻ്റെ ഘട്ടത്തിൽ പെട്ടെന്നത് താങ്ങാനാകാതെ സ്ട്രോക്ക് ബാധിച്ച് അതിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും അസ്വസ്ഥതയിലും ഒക്കെ കഴിയുകയാണ്. എന്തായാലും ഈ നാടിൻ്റെ മൊത്തം പിന്തുണ, ജാതിമത ഭേദമന്യേ, ഞാൻ ആരാണ് എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ നാട്ടുകാരാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടിട്ടിരിക്കുന്നവരും അവിടുത്തെ ഭരണകൂടങ്ങളൊന്നും അല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ നാടാണ്. ആ നാടിൻ്റെ പിന്തുണ എനിക്ക് ശക്തമായിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ആ സന്തോഷം നിങ്ങളുടെ മുമ്പിലും പങ്കുവെക്കുകയാണ്. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി പിന്നീട് സംസാരിക്കും. പിന്നെ വിവാഹത്തിന് കൊല്ലത്ത്, ഏതായാലും തലശ്ശേരി എല്ലാവർക്കും വരാൻ കഴിയില്ല എന്നറിയാം. 11-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം കൊല്ലം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടൊരു ലളിതമായ റിസപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഞാൻ വ്യക്തിപരമായി എന്നവണ്ണം ക്ഷണിക്കുകയാണ് എല്ലാവരെയും. തന്റെ യാത്രയിലൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചാണ് മദനി മാധ്യമങ്ങളോട് സംസാരിച്ചത്.